എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാതളം, അനാർ, ഊർമ്മം പഴം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പോമഗ്രാനറ്റ് ചെടി എങ്ങനെ റീപോർട്ട് ചെയ്യാം എന്ന് നോക്കിയിട്ട് വരാം. ഈ വീഡിയോയിൽ 100% ഓർഗാനിക് രീതിയിലാണ് റീപോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 3 വയസ്സുള്ള, അതായത് 3 വർഷം പ്രായമുള്ള ഒരു ചെടിയാണ് ഉള്ളത്. അപ്പോൾ ആ 3 വയസ്സുള്ള ചെടിയെ എങ്ങനെയാ റീപോർട്ട് ചെയ്യുന്നത് എന്ന് വേഗം പോയി നോക്കിയിട്ട് വന്നാലോ. പോമഗ്രാനറ്റ് ചെടി റീപോർട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ്, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഈ ചെടി ആക്ച്വലി ഒരു വിദേശിയാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ pH ലെവൽ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സലൈൻ ബേസ് ഉള്ളതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ മണ്ണാണെങ്കിലോ ആസിഡിക്കും. അപ്പം നമുക്ക് ഈ ചെടി നടുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സോയിലിൻ്റെ pH ലെവൽ ഒരു 6.5 to 7.5 ഇടയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ മണ്ണിൻ്റെ എത്രയാണോ pH ലെവൽ കൂട്ടാനായിട്ട് നമുക്കൊരു ലൈമിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്. കുമ്മായമോ അല്ലെങ്കിൽ നമ്മുടെ ചാരമോ ഒക്കെ ഉപയോഗിച്ച് pH ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ മണ്ണിൽ ഞാൻ കുറച്ച് കുമ്മായം മിക്സ് ചെയ്തിട്ട് ഒരു 5 ദിവസം വെച്ചതിന് ശേഷമാണ് ആ മണ്ണ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഇപ്പം റീപോർട്ടിങ് ചെയ്യുന്നത് കാണിക്കുന്നത്. കുമ്മായത്തിൽ നിന്ന് വരുന്ന ചൂട് ചെടിയിൽ തട്ടാതിരിക്കാനാണ് നമ്മളൊരു 5 ദിവസം മുമ്പേ ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നമ്മൾ ഈ റീപോർട്ട് ചെയ്യുന്ന ദിവസം കുമ്മായം വേണമെങ്കിൽ ആ ചെടിച്ചട്ടിയുടെ മുകളിൽ, ചെടി നട്ടതിന് ശേഷം മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക. പക്ഷെ അപ്പോഴും ചെടിയിൽ തൊടാതെ, അതിൻ്റെ വേരുകളിൽ തൊടാത്ത രീതിയിൽ വേണം കുമ്മായം വിതറി കൊടുക്കാനായിട്ട്. ചെടി ചട്ടിയുടെ സൈസ് ചെടിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു 3 വർഷം പ്രായമായ ഒരു ചെടിയാന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം അത് വലിപ്പമുള്ളൊരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ചെടിച്ചട്ടി തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെടിച്ചട്ടി സെലക്ട് ചെയ്യുമ്പം അത് ചെടിയുടെ സൈസിനെ ആസ്പദമാക്കി നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ചെടിച്ചട്ടിയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് അത്യാവശ്യം നല്ല ഹോൾസ് ഉണ്ടായിരിക്കണം. ഈ ചെടിച്ചട്ടിയിൽ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ വലിയ ചെടിച്ചട്ടിക്കകത്തേക്ക് ഞാൻ കുറച്ച് പൊട്ടിയ ചട്ടി കഷ്ണങ്ങളാണ് ഇടുന്നത്. ഇത് വെള്ളം നന്നായി ഒഴുകുവാൻ സഹായിക്കുകയും മണ്ണ് പുറത്തേക്ക് പോകാതെ തടയുകയും ചെയ്യും. ഇങ്ങനെ പൊട്ടിയ ചട്ടി കഷ്ണങ്ങൾ ഒരു ലെയറായിട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ചാക്ക് നിറച്ചും കരിയില, അതായത് എൻ്റെ ഇവിടെ തന്നെ പറമ്പിൽ തന്നെ തൂത്ത് കൂട്ടി വെച്ചിരുന്ന, ചാക്കിലാക്കി വെച്ചിരുന്ന കരിയിലയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ ഒരു 3/4 ഫില്ലാവും. പക്ഷെ അതുകൊണ്ട് പേടിക്കണ്ട, ഇത് അഴുകി വളമാകുമ്പോഴത്തേക്കും അത് താന്ന് വന്നോളും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ തേങ്ങയൊക്കെ പൊതിച്ചതിൻ്റെ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുറ്റുമായിട്ട് വെക്കുന്നത്. അത് നമ്മുടെ കരിയിലയുടെ മേളിലായിട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കിച്ചൺ വേസ്റ്റ്, ഓക്കെ, അതാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചാണകവും പിന്നെ വെർമി കമ്പോസ്റ്റും ഇടും. അപ്പം ഈ ചാണകവും വെർമി കമ്പോസ്റ്റും ഇടുന്നതോടുകൂടി ഇതെല്ലാം അഴുകാനുള്ള ഒരു മീഡിയമായി. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ സാഫ് കൂടെ മിക്സ് ചെയ്ത് ഇടാം. ഞാൻ പക്ഷേ സാഫ് പിന്നീട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളത്തിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. തൽക്കാലം ഇപ്പോൾ ഇതിൽ സാഫ് ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ സാഫ് ഇടാം. ഏത് ജൈവവളം ഇടുമ്പോഴും സാഫും കൂടെ മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ചാണകവും വെർമി കമ്പോസ്റ്റും എല്ലാം ഇട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഇടേണ്ടത് മണ്ണാണ് ഇതിൻ്റെ മുകളിലേക്ക്. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്നത് നേരത്തെ മിക്സ് ചെയ്ത് കുമ്മായത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് 5 ദിവസം വെച്ച് ആ മണ്ണാണ് കുറച്ച് ഇതിലേക്ക് ഇടുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജൈവ പൊടികൾ കൂടി ഇടാനുണ്ട്. അതായത് നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, ഈ 4 പൊടികളും ആ മണ്ണിലേക്ക് നല്ലോണം മിക്സ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പിന്നെ വീണ്ടും മണ്ണും കൂടി ഇട്ടിട്ട് പിന്നെ ചെടി വെച്ചിട്ട് ആ ചെടിയുടെ മുകളിൽ പിന്നെ മണ്ണിട്ടാണ് ആ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ ചെടി നട്ടതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിക്കുന്നത് ഞാൻ സാഫും ഹ്യൂമിക് ആസിഡും കൂടി മിക്സ് ചെയ്തുള്ള വെള്ളമാണ് ഇതിനുവേണ്ടി ഒഴിക്കുന്നത്. അതിനുശേഷം ഒരാഴ്ചത്തോളം ഞാൻ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ ഷെയ്ഡിൽ വെക്കും. അപ്പോൾ തിയറി ക്ലാസ്സസ് കഴിഞ്ഞു, നമുക്ക് വേഗം പോയി പ്രാക്ടിക്കൽ ചെയ്യാം.
ചെടി നനയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് മഴവെള്ളം തന്നെയാണ്. റീപോട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആ ചെടീനെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. സൺലൈറ്റ് കിട്ടണം, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അതിന്മേൽ തട്ടരുത്. അങ്ങനെ 1 മാസം വെച്ചതിന് ശേഷം നമുക്ക് പയ്യെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കാവുന്നതാണ്. ദിവസവും ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് ഈ ചെടിക്ക് ആവശ്യമാണ്. റീപോട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മാസത്തേക്ക് ഈ ചെടിക്ക് കാര്യമായ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഇട്ടേക്കുന്ന വളം എല്ലാം തന്നെ 1 മാസത്തേക്ക് ധാരാളമാണ്. ഈ ചെടി നട്ട് 1 മാസത്തേക്ക് ഈ ചെടിയോ ചെടിച്ചട്ടിയോ ഇളക്കാനോ അനക്കാനോ പാടില്ല. അതിൻ്റെ വേര് ഉറയ്ക്കാൻ വേണ്ടിയുള്ള സമയമാണ് അത്. 1 മാസത്തിന് ശേഷം നമുക്ക് പതിയെ ഓരോ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഏതെങ്കിലും വളം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഫസ്റ്റ് ഞാൻ NPK ഇട്ട അടുത്ത പ്രാവശ്യം ഞാൻ എപ്സം സോൾട്ട് ആയിരിക്കും ഇടുന്നത്. അടുത്ത 2 ആഴ്ച കൂടുമ്പം DAP ഇടും. പിന്നീട് 2 ആഴ്ചയിൽ ചിലപ്പം ചാണകമായിരിക്കും ഇടുന്നത്. അത് കഴിയുമ്പോൾ വെർമി കമ്പോസ്റ്റ് ആയിരിക്കും ഇടുന്നത്. ഇങ്ങനെ ഒരു റൊട്ടേഷനിലാണ് ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത്. പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ശരിക്കും നമ്മൾ ഈ റീപോട്ട് ചെയ്തതിൻ്റെ എഫക്റ്റ്, അതായത് ആ റിസൾട്ട് കണ്ടു തുടങ്ങുന്നത് ഒരു 2 മാസത്തിന് ശേഷമാണ്. ഫസ്റ്റ് 1 മാസം ഒരു പക്ഷേ ആ ചെടി അതേപോലെ തന്നെ നിൽക്കും, വേറെ ഒരു ഭാവവ്യത്യാസവും കാണത്തില്ല. 1 മാസത്തിന് ശേഷമായിരിക്കും പയ്യെ ഓരോ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങുന്നത്. പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് പൊഴിഞ്ഞു വീഴും. അത് കഴിയുമ്പം പയ്യെ പുതിയ ഇലകളൊക്കെ വരും, പുതിയ ബ്രാഞ്ചസ് വരും. അങ്ങനെ ഒരു 2 മാസം കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ചെടി ആ റീപോട്ടിങ് ഇഷ്ടപ്പെട്ട് ആ പുതിയ ചട്ടിയിൽ ഹാപ്പിയാണ് എന്ന് മനസ്സിലാവുന്നത് ഒരു 2 മാസത്തിന് ശേഷമാണ്. നമ്മൾ റീപോട്ട് ചെയ്ത ആ ചെടിയാണ് ഈ കാണുന്നത്. ഒരു 2 മാസത്തിന് ശേഷം നോക്കിക്കേ, എന്ത് ഹാപ്പിയാന്ന് നോക്കിക്കേ. പുതിയ ഇലകൾ വന്നു, പുതിയ പൂക്കൾ വന്നു. ഇപ്പം പൂത്ത് കായ്ക്കുന്നൊരു സീസണായി. അപ്പം അതിനുവേണ്ടി ഫുൾ ഓൺ റെഡി ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണിത്. എപ്പോഴും നമ്മൾ റീപോട്ട് ചെയ്യുന്ന ചെടിയുടെ പ്രായം അനുസരിച്ച് വേണം അതിലിടാനുള്ള വളങ്ങൾ നമ്മൾ എത്ര വേണം എന്ന് തീരുമാനിക്കാൻ. ഏതൊരു വളം ഇടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, വളങ്ങളൊന്നും തന്നെ കൂടുതലായിട്ട് ഇടരുത്. അധികമായാൽ അമൃതം വിഷം എന്നല്ലേ. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഒരു 6 മാസം പ്രായമുള്ളൊരു കൊച്ചിൻ്റെ മുമ്പിൽ കൊണ്ട് നമ്മൾ ഒരു പാത്രം നിറച്ചും ബിരിയാണി വെച്ച് കൊടുത്താൽ കഴിക്കാൻ പറ്റുമോ? അതേപോലെയാണ് നമ്മൾ ചെടിക്ക് അമിതമായിട്ട് വളം ഇട്ട് കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. പോമഗ്രാനറ്റ് ചെടി നടുമ്പം ബേസിക് ആയിട്ട് വേണ്ട വളം എന്ന് പറയുന്നത് ചാണകവും വെർമി കമ്പോസ്റ്റും പിന്നെ മണ്ണും മാത്രമാണ്. ബാക്കി എല്ലാം തന്നെ ആഡ് ഓൺസ് ആണ്. ഫ്ലവറിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വളങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അതായത് നമ്മളിപ്പോൾ NPK ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നൈട്രജൻ അധികമില്ലാത്ത NPK തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എപ്സം സോൾട്ട്, ബോറിക് ആസിഡ്, സിങ്ക് സൾഫേറ്റ് ഇതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഓരോന്ന് എന്ന രീതിയിൽ റൊട്ടേഷനിൽ നൽകേണ്ടത്. കായൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാൽഷ്യം നൈട്രേറ്റും എപ്സം സോൾട്ടും മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ റൊട്ടേഷനിലാണ് നൽകേണ്ടത്. ഫ്ലവറിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമ്മൾ നൈട്രജൻ അധികമുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം തന്നെ പൊഴിഞ്ഞു പോകും. അങ്ങനെ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ ഇവിടെ നിർത്തുന്നു. ബൈ.